പശ്ചിമഘട്ടം വീണ്ടും നീലപ്പുതപ്പണിയാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന നീലക്കുറിഞ്ഞി ഇത്തവണ ചുക്രാമുടി ഉൾപ്പെടെ 5 മലനിരകളിൽ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്ന് സർക്കാർ തിരിച്ചുപിടിച്ച ചുക്രാമുടിയിൽ പ്രകൃതി വീണ്ടും സ്വാഭാവികത വീണ്ടെടുക്കുന്നതിന്റെ പ്രതീകമായാണ് ഈ പൂക്കാലത്തെ വിലയിരുത്തുന്നത്. സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനുള്ള ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. പന്ത്രണ്ട് വർഷം അത്രയും നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പശ്ചിമഘട്ടം വീണ്ടും നീലവസന്തത്തിലേക്ക് കടക്കുന്നത്. സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ പൂർണ്ണതോതിൽ വിരിയുമെങ്കിലും മൂന്നാറിനോട് ചേർന്ന ചൊക്കർമുടി, മീശപ്പുലിമല, ഇഡ്ലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ പൂക്കാലത്തിന്റെ തുടക്കം പ്രകടമായിട്ടുണ്ട്. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ചൊക്കർമുടിയാണ്. വർഷങ്ങളോളം അനധികൃത കയ്യേറ്റങ്ങളും റിസോർട്ട് നിർമ്മാണങ്ങളും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത ഈ മലനിരകളിൽ സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ച ശേഷമാണ് പ്രകൃതി വീണ്ടും സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങിയത്. ആ മാറ്റത്തിന്റെ ഏറ്റവും മനോഹരമായ അടയാളമാണ് ഇപ്പോൾ വിരിയുന്ന നീലക്കുറിഞ്ഞി. ചൊക്കർമുടിക്ക് ചുറ്റുമുള്ള മുതുവാൻ ആദിവാസി സമൂഹത്തിനും ഈ പൂക്കാലത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. തലമുറകളായി തങ്ങളുടെ വിശ്വാസങ്ങളുടെയും ജീവിതത്തിന്റെയും ഭാഗമായ മലനിരകൾ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സാക്ഷ്യമായാണ് ഇവർ ഇതിനെ കാണുന്നത്. എനിക്ക് നീലക്കുറിഞ്ഞി പൂത്തു കഴിഞ്ഞാൽ ഒത്തിരി തേനീച്ചൊക്കെ വരും. തേനീച്ച, പെരുന്തേന്, മറ്റേ കാട്ടിലുള്ള ഈ പെട്ടിത്തേനൊക്കെ നേരെ ഇഷ്ടംപോലെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ തേൻ ഈ മേഖലയ്ക്കുണ്ടാകും. ആ തേനും എടുത്താണ് ഞങ്ങളുടെ പണ്ടത്തെ കാരണവന്മാർ ജീവിച്ചു പോയ കാലമാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം ഇച്ചിരി പൂ പൂത്തായിരുന്നു. അതിപ്പോൾ കള്ളം പൂത്തെന്ന് പറയാം. ഒരു വർഷത്തിന് മുമ്പ് 1-2 ചെടി പൂത്ത പിറ്റേ വർഷം അത് നന്നായിട്ട് മൊത്തത്തിൽ പൂക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കുറിഞ്ഞി സീസണിൽ വലിയ തോതിൽ സഞ്ചാരികൾ എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് ജില്ലാ ഭരണകൂടം. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് സന്ദർശക നിയന്ത്രണത്തിനായി ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ്, ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പൊതുഗതാഗതം ശക്തിപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണ നടപടികൾ എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ 12 വർഷത്തിലും ഏതാനും ആഴ്ചകൾ മാത്രം നീളുന്ന ഈ നീലവസന്തം പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യവും പ്രകൃതിയുടെ അതിജീവനശേഷിയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്ന അപൂർവ കാഴ്ചയെ മാറുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.